ഹലോ ഇതാ നോക്കി എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടോ? ഇത് വിത്തുകളൊന്നുമല്ല കേട്ടോ. കണ്ടാലൊരു വിത്തുകളൊക്കെ പോലെ തോന്നും, നമ്മുടെ ഇതിലെ പുറത്തുനിന്ന് ഹൈബ്രിഡ് സീഡ് ആണെന്ന് തോന്നും. പക്ഷേ ഇതൊന്നുമല്ല, ഇത് ബാസാക്കോട്ടയാണ് കേട്ടോ. ബാസാക്കോട്ട എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ബിഗോണിയ പ്ലാന്റ്സ് നമ്മൾ ഈ ഒരു ഷെഡിൽ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പ്ലാന്റ്സിന് നമുക്കിന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു NPK ആണ് കേട്ടോ. നൈട്രജൻ്റെയും പൊട്ടാഷിൻ്റെയും അളവ് ലേശം കൂടുതലാണ്. അപ്പോൾ അത് 6 മന്ത് കൂടുമ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇതിൻ്റെ റിസൾട്ട് ഗ്രാജുവലി നമ്മുടെ ചെടികൾക്ക് കിട്ടും. നല്ല ലഷായിട്ട് നിൽക്കും പ്ലാന്റ്സ് ഒക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വരുന്ന പ്ലാന്റ്സുകളൊക്കെ ഇല്ലേ, ആന്തൂറിയം, ഓർക്കിഡ്സ്, അപ്പോൾ ആ പ്ലാന്റ്സുകളുടെയൊക്കെ പ്ലാന്റ്സുകൾ ഇളക്കി നോക്കുമ്പോൾ കാണാം ചെറിയ ചെറിയ നല്ല ഗ്രാനുൾസ്, നല്ല മണികൾ, നല്ല കളർഫുൾ ആയിട്ടുള്ള മണികൾ. അത് ബാസാക്കോട്ടയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലാന്റ്സിന് ഒരു 2-3 ഗ്രാനുൾസ് മതി കേട്ടോ. ഞാനത് 1-2 എണ്ണം നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചെടികളൊക്കെ നല്ല ലഷായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നത്. ഒരു 2-3 ഗ്രാനുൾസ് മതി കേട്ടോ. ഇതിൻ്റെ ഒരു 100 ഗ്രാം തൊട്ട് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് ബാസാക്കോട്ട വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ബൈ.